എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 24-ാം ദിവസമാണ്. ഇന്ന് പാരായണം സമർപ്പിക്കുന്നത് UAE ചാപ്റ്ററാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജോയിൻ ചെയ്തോണ്ടേ. ശരി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പലരും ഓർമ്മയിൽ നിന്നിട്ടില്ല. അമ്മ മറന്നുപോയി ഈ സമയമാണെന്നുള്ളത്. ജ്യോതിഷെ പ്രാർത്ഥനയ്ക്കാണോ പറഞ്ഞത്? അതെ അതെ, ഗുരുസ്മരണ. ജയശങ്കര ജയശങ്കര. ഓം അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകന്ധവതവശിഖാ താപപാപാച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയശങ്കര. വളരെ സന്തോഷം ജയേട്ട. ഇന്ന് പാരായണം തുടങ്ങുന്നത് യുദ്ധകാണ്ഡത്തിലെ വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ എന്ന ഭാഗം മുതലാണ്. ആദ്യം പാരായണം ചെയ്യാനായി അമ്മയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മ കുറച്ച് ഭാഗം ഒന്ന് പാരായണം ചെയ്തോളൂ. ക്ഷപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമേ വിഘ്നങ്ങൾ തീർത്ത് വിളയാടുക സർവകാലം. സർവത്രകാരണി സരസ്വതി ദേവന്നൻ നാവിൽ കളിക്ക കുമതേഷു നിലാവു പോലെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വിഭീഷണൻ ശ്രീരാമ സന്നിധിയിൽ രാവണൻ തന്നെ യോഗേന വിഭീഷണൻ ദേവദേവേശപാദാംബുജ സേവാർത്ഥമായിരുന്നു. ശോകം വിനാ നാരമത്യന്മാരുമായുടനാകാശമാർഗെ ഗമിച്ചാനതിദ്രുതം. ശ്രീരാമദേവൻ ഇരുന്നരുളിൽ നിന്നേ മുകളിൽ നിന്നുച്ചസ്ഥലമാവൻ വ്യക്തവർണ്ണേന ചൊല്ലിനാൻ എത്രയും ഭക്തി വിനായ വിശുദ്ധമതിസ്ഫുടം. രാമാരമേണ ത്രിലോകൈവതേ സ്വാമിൻ ജയ 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 രാജീവനേ ജയ ജയ രാജാ ശിഖാമണേ സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ തവ സേവാർത്ഥമായി വിടാകൊണ്ടേണ്ടയാനിധേ ശ്രീമതേ വിഭീഷണൻ സേവകൻ ദേവിയെ കട്ടനത് അതിനുവിധം നീ എന്നു രാവണനോട് ഞാൻ നല്ലതോ ചൊല്ലിയേൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകിക്കൊണ്ട് ആവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപേദിച്ച അജ്ഞാനിയാകേറ്റതുമില്ലമേ. മധ്യമായുള്ളതോ ചൊല്ലുന്നതേറ്റമായി വന്നത് അവനോ വിധീവശാളുമായി എന്നെ വധിപ്പാനടുത്തത്. കാളാംബുലംഗവേഗേന ലിംഗേശ്വരൻ മൃത്യുഭയത്താൽ അടിയേരും എത്രയും ചിത്താകുലേതായ പാഞ്ഞിഞ്ഞ നാലമാറ്റന്മാരുമായി വിടാകൊണ്ടേന ആലംബനം മറ്റിരിക്കില്ല ദൈവമേ. ജന്മമരേണമോ സാർത്ഥം ഭവിച്ചര അംബുജം മേ ശരണം കരുണാമുദേ.
യുദ്ധം വിഭീഷണ വാക്യങ്ങൾ കേട്ട ഉദ്ധായ സുഗ്രീവനം പറഞ്ഞിടനാൻ വിശേഷ രാക്ഷസൻ മായാവേത്രയും വിശ്വാസയോഗ്യനല്ലോ നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധാപാണിയായി വന്നമർച്ചന്മാരും വിശാരദാരെന്ന നിർണയം ഛിദ്രം കുറഞ്ഞു കാണിലും നമ്മുടെ നിദ്രയെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിച്ച കവികളെ സന്ധ്യവേണി എന്നിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്ന ഉത്സവമാകുന്നതെന്നതും ഓർക്കണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തെന്ന അഭിമതം എന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനര വീരരൻ ചിന്തിച്ചു കുറ്റം വരുത്തുവാൻ പറഞ്ഞാൻ പലതരം അന്നേരമുദ്ധായ വന്നിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണനുത്തമേനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നുടെ മതം. നക്കഞ്ചരാനതെ തിങ്കൽ ജനിച്ചവൻ ശത്രുക്കളെ വരുമെന്ന് വന്നിടുമോ. നല്ല പേരുണ്ടാം അവരതേനും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മ നിർവേദികൾക്ക് ആശ്രിതരക്ഷണമെന്ന് ശാസ്ത്രത്തെയും യുദ്ധം പലരും പലവിധം ചൊന്നവേശിത്തെ ധരിച്ചരുൾ ചെയ്തു ഭൂപതി. മാരുതി ചൊന്നതോ വന്നമത്രയും വിഭാകര പുത്ര വരീകടോ ഞാൻ പറയുന്നതോ കൽപ്പന എല്ലാവരും ജാമ്പവാദി നീതി ജ്ഞാനവന്മാര് ഉർവീശനായ അനലാംസന്മാരെ സർവരോഷേച്ചു നക്ഷോപാനവേം രക്ഷിയാലാനവൻ മഹാകേവലം രക്ഷിതാവൻ സഞ്ചേത പുണ്യവാൻ എന്നു ചൊല്ലുന്നതോ വേദശാസ്ത്രങ്ങളിൽ പുണ്യഭാവങ്ങളിൽ അറിയരുതേനുമേ. മുന്നാമൊരു കവോതന്തിരവടയോടൊന്നിച്ചൊരു വനന്തന്മേ വീടിനാൻ ഉന്നതമായൊരു പാഠവാഗ്രേതദാസൻ ചെന്നൊരു കാട്ടാളനെ നേടിനാൻ. തന്നെ പക്ഷിണി യേസുരാന്തരെ വന്നൊരു ദുഃഖം പുറാഞ്ഞു കരഞ്ഞവൻ. പിന്നെ മറന്നിരുന്നിടും ദശാന്തരെ വന്നതോ കാറ്റും മഴയും ദിനേശനും ചെന്നു ജലാപ്തി തന്നിൽ മറഞ്ഞതോ ഖിന്നനായി വന്നു വിസന്നു കിരേതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ വ്രേടതിൽ ദീനതയോടെ നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു ക്രോധവും കൊണ്ടുവന്നാട്ടു കൊടുത്തത് അഗ്നിയും. തന്നെ കയ്യിലിരുന്ന കവോതിയെ നേരിട്ടു താച്ചു നേടിനേനതോ കൊണ്ടു വിഷപ്പടക്കിനു. പിന്നെയും പിടിച്ചിരിക്കും കിരാതനും തന്നെ ദേഹവും നൽകിനാനമ്പോടു അഗ്നിയിൽ വീണു കിരാതനാശാർത്ഥമായി. അത്ര പോലും വേണം ആശ്രിത രക്ഷണം, മറ്റനെന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെത്ത എന്നോ ഭയം കൊടുക്കുമേയുള്ളൂ. പിന്നെ വിശേഷിച്ചൊന്നു കേട്ടിടുവാൻ എന്നെ ചതിപ്പാൻ ആരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റും കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേതെണ്ണം എനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്ന മുത വന്നിടുവാൻ ചൊല്ലുവാൻ അവനെ മടിയാതെ വ്യഗ്രയായി കേതുമേതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനൊന്ന് ഭയം കൊടുത്തു മതീതും. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാമെന്നോ അറിയുക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്നീ വരദള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാഭ പ്രസന്ന മുഖാഭുജം കാമദം കാമോപമമ്മ കമലാവരം കാന്തം കരുണാകരം കമലേഷണം ശാന്തം ശരണ്യം വരേണ്യം വരവക്തം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി. മുഖ്യ കവികുലേന സേവിതൻ രാഘവൻ
കണ്ടുകൂപ്പി തൊഴുറ്റം വിനീതനായി ഉണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരേനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശവിനാശന ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ. കണ്ടാംശു ഗോത്രോത്ഭവേനായ നമോ നമ. ഷണ്ഡഗോദണ്ണനായ ഹരായ നമോ നമ. പണ്ഡിത പുണ്ടരീക ചണ്ടാംശവേ ഖണ്ഡഭാഷ സുപ്രിയായ നമോ നമ. രാമായ സുഗ്രീവ മിത്രായ കാന്തായ രാമായ നിത്യായ അനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭി രാമായ രാമഭദ്രായ നമോ നമ. വിശ്വോത്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ. നിത്യമാനാദിഗ്രഹസ്ഥനായ തേ നമോ. നിത്യായ സത്യായ ശുദ്ധായ തേ നമ. ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുന്നായ തേ നമ. വിശേഷണ നിന്തിരുപടി തന്നല്ല വിശ്വോത്ഭവസ്ഥിതി സംഹാര കാരണം സന്തതം അത്ഭുതങ്ങൾ അന്തർബിഹിർവികത്വനാകുന്നതും ഭവാൻ. നിന്മഹമായ മൂടിക്കിടക്കുമാ നിർമ്മലാംബര ബ്രഹ്മജ്ഞാനിനാം. തന്മൂലമായുള്ള പുണ്യ പാപങ്ങൾ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തത്വ സത്യമായി തോന്നും അറിയിനില്ല സംശയം. എത്ര നാളേക്ക് അറിയില്ലാതെ ഇരിക്കുന്നിത് അദ്വയമാമ്പര ബ്രഹ്മം സനാതനം പുത്ര ധാരാതി വിഷയങ്ങൾ അതീസക്തി കലർന്നു രമിക്കുന്നതെന്നഹം. ആത്മാവിനെ അറിയായി കൈ നിർണയം ആത്മിനി കാണേണ ആത്മാനമാത്മന. ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയും ഓർത്താൽ ഉടുക്കാമു ആധികാരെ സുഖം എന്ന് തോന്നുന്നു. അത് ഏതും വിവേകമില്ലാത്തവൻ മാനസേ. ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണ നില ചന്ദ്രരുദ്രജഹായ പാതികളത്വം ചിന്തിക്കരോ നിന്തിരുവടി നിർണയം. അന്തവും ആദിയും ഇല്ലാതെ ദൈവമേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദ. അടുത്ത ഭാഗം പാരായണം ചെയ്യാനായി ജയേട്ടന്റെ അമ്മയെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വച്ചതീ സ്ഥൂലനും ഭവാൻ. നൂനമണോവിങ്കൽ നിന്നണിയാൻ ഭവാൻ. മാനമില്ലാതെ മഹത്തത്വവും ഭവാൻ. സർവലോകാനാം പിതാവായതും ഭവാൻ. സർവലോകേശമാതാവായതും ഭവാൻ. സർവദാതാവായതും ഭവാൻ. ഗർഭീകരേന്ദ്ര ശയന ദയാനിധേ ആദിമധ്യാന്ത വിഹീനൻ പരിപൂർണ നാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ. ശാഖാമൃഗാധിപന്മാരുമായി സത്വരം. അതല്ലല്ലോ, അച്യുതന അവ്യയന അവ്യക്തന അദ്വയ അച്യുതൻ അവ്യയനവ്യക്തനദ്വയൻ. സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ വരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കുമറിഞ്ഞുകൂടാതവൻ. നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ. ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ. സദ്ഭാവയുക്തൻ സനാതനൻ സർവകൻ. മായാ മനുഷ്യൻ മനോഹരൻ മാധവൻ. മായാവിഹീനൻ മധുകൈടവാന്തകൻ. ജ്ഞാനിക ത്വൽപാദ ഭക്ത നിശ്രേണിയസ്ഥാനന്ദമാശു സംപ്രാപ്യ രഘുപദേ. ജ്ഞാനയോഗാഖ്യ സൗധം കരേറിടുവൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ. സീതാപദേ രാമ കാരുണികോത്തമായ ദുദാനാന്തക രാവണാരേ ഹരേ പാദംബുജം നമസ്തേ ഭവസാഗര. ഭേദനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമേ.
ഭക്തി പരവശനായി സ്തുതിച്ചിടിന് ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുക്തസ്മിത പൂർവമേവ മരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനൈക തൽപരൻ ഒട്ടുമേ താപമൊരുത്തനെന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യകൃതേ കൃത കാമനായേനഹം ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമാനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമാനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായി മറ്റൊരുവനുമില്ലിക ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതീനായിനി നിർമ്മലമം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹി മേ രാഘവ ചിത്തേ വിഷയ സുഖാശയില്ല ഏതുമേ ത്വൽപാദപങ്കജ ഭക്തേരവാസ്തുമേ നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിധേ ഇത്തമാകർണ്യ സംപ്രീതനാൻ രാഘവൻ നക്തഞ്ജരാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയ വിരക്തരായി ശാന്തരായി ഭക്തി വളർന്നതീ ശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ ആകയാൽ എന്നെയും ധ്യാനിച്ചു സന്തതം വാഴുക നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായൊരു ഭക്തികരസ്തോത്ര അത്യന്ത ശുദ്ധനായി നിത്യവും ചൊല്ലുകയും കേൾക്കുകയും ചെയ്യലും മുക്തി വരുമതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയനരുൾ ചെയ്തിതു സാദരം. അടുത്തും കൂടെ വായിക്കാലല്ലേ. എന്നെ കനിയോടു കണ്ടതിൻ ഫലമിന്നു തന്നെ വരുത്തേണമതിന്നു നീ ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനൻ നാമ്പോട് ചെയ്തിടുക സാഗരവാരിയും കൊണ്ട് വന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരുമാകാഭൂമിയും മൽക്കഥേയൻ ജഗത്തിൽ ഉള്ളവൻ വാഴ്കലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ രംഗാപുരാധിപത്യാർത്ഥാമഭിഷേകം അൻപോട് വാദ്യഘോഷേണ ചെയ്തിടിനാൻ വമ്പരം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദിവേറിട്ടു ചെയ്തിടിനാരാധരാൽ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ അപുരുഷോത്തമനെ ഭജിച്ചിടിനാർ ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധവിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചതു ഭേരി നിനാദം മുഴക്കിനാ തമ്പുരും പുണ്യജനശരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ജ്വലിനാൻ പാരേഴു രണ്ടിനും നാഥനായി വാഴുമീ ശ്രീരാമകിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണനഗ്രേ ചിരിച്ചവനോടു ചൊല്ലിയിടിനാൽ സാക്ഷാൽ ജഗന്മയനാമഖിലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യമിവിടേക്കു ബന്ധുശത്രുക്കളെന്നുള്ളതുമില്ല കേൾ ഗൂഢസ്ഥനാനന്ദ പൂർണ്ണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ മൂഢത്വമത്രേ നമുക്കു തോന്നുന്നതു ഗൂഢ ത്രിഗുണ ഭാവേന മായാബലാൽ
തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചു കൊള്ളുക നാം. നക്തഞ്ചര പ്രവരോക്തികൾ കേട്ടൊരു ഭക്തനാം ഭാനൂജനും തെളിഞ്ഞിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. വളരെ സന്തോഷം അമ്മ, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ജയേട്ടൻ പാരായണം ചെയ്ത് കുറച്ച് പാവം, എന്നിട്ട് വാമനേട്ടന് കൊടുക്കാം. ആയിക്കോട്ടെ. വായിക്കാത്ത വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തില് സുനിൽകുമാറിനെ കാണുന്നു, ശോഭാ ചേച്ചി അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു, അദ്ദേഹത്തിന് പാരായണത്തിന് താല്പര്യം പറഞ്ഞിരുന്നു. ജയശങ്കര. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുഗബന്ധനം. രക്ഷോവരണായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്കരേ നിന്നു വിളിച്ചു ചൊല്ലിയിടിനാൻ. മർക്കടരാജനം സുഗ്രീവനോടിതം രാക്ഷസാദീശ്വരൻ വാക്കുകൾ കേൾക്ക നീ ഭാസ്കര സൂനോ പരാക്രമവാരിധേ ഭാനുതനയനം ഭാഗധേ അംബുധേ വാനര രാജ മഹാകുല സംഭവാം. ആദിതേയേന്ദ്ര സുതാനുജനാകയാൽ ഭാതൃസമാനൻ ഭവാൻ മമ നിർണയം. നിന്നോടു വൈരമെനിക്കേതുമില്ല, മറ്റൊന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ. രാജകുമാരനം രാമഭാര്യാമഹം വ്യാജേന കൊണ്ടുപോന്നേൻ അധീനെന്തുതേ. മർക്കടസേനയോടു മതി വിദ്രുതം കിഷ്കിന്ധയാം നഗരിക്കു പൊയ്ക്കൊള്ളുക നീ. ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലമെന്നുടെ ലങ്കാപുരമടോ. അല്പസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും. എന്തൊന്നു കാട്ടുന്നിതെന്നോടി വീട വന്നന്ധകാരം നിനച്ചീടായക നീ വൃഥ. യുദ്ധം ശുഗോക്തികൾ കേട്ടു കപീകുലമുദ്ധായ ചാടി പിടിച്ചാരതിദ്രുതം. മുഷ്ടിപ്രഹരങ്ങളേറ്റു ശുഗനദി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങിയിടിനാൻ. രാമ പ്രഭോ കാരുണ്യവാരിധേ രാമനാഥ പരിത്രാഹി രഘുപതേ. ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ, ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളേണമേ. വാനരന്മാരെ നിവാരണം ചെയ്യുകാശു മാനവ വീര ഹതോഹം പ്രപാഹിമാം. ഇത്തം ശുഗപരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ വരദൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ. അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗന്ധതാം ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തൊന്നു ചൊല്ലേണ്ടതങ്ങു ദശഗ്രീവനോടതു ചൊല്ലിയിടുകെന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശുശുകനോടു സത്വരം. ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനയും കൊല്ലണമാശു സപുത്രബലാന്വിതം. ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിഴിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്ധയ്ക്കു രണ്ടിൽ അധീനെന്നു ചൊല്ലിടു നീ. അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാന്വയോദ്ധവൻ താനും അരുൾ ചെയ്തു. വാനരന്മാരെ ശുഗനെ ബന്ധിച്ചുകൊണ്ടൂന മൊഴിഞ്ഞിങ്ങു കാത്തുകൊണ്ടിടുവിൻ. ഞാൻ ഉര ചെയ്തേ അയക്കാവിതെന്നതു ആനന്ദമോടരുൾ ചെയ്തു രഘുവരൻ. വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ. ശാർദൂല വിക്രമം പൂണ്ട കപീബലം ശാർദുലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോടു ചൊല്ലിടിനാൻ. വാർത്തകളുള്ള വണ്ണമതു കേട്ടൊരു രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്വിതം. ചീർത്തഖേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
വളരെ സന്തോഷം ചേട്ടാ. ഞാൻ അടുത്ത വേദിയിലേക്ക് വാമനേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത ഭാഗം പാരായണം ചെയ്യുന്നതിനെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. തൽക്കാലമർക്കകാലോത്ഭവൻ രാഘവൻ അർക്കാത്മജാതി കവിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്ന ചിന്തിച്ച കൽപ്പിച്ച നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ട് അവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതിരെ കിഴക്കു നോക്കി തൊഴുത അർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ട് എത്രയും മൂന്നഹോരാത്രം ഉപാധിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാം ഈശ്വരൻ ഏതും ഇളകീല വാരുതിയും അതിക്രോധേന രക്തന്ത്രനേത്രണം നാഥനും. കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ, കണ്ടുകൊണ്ടാലും മമചര വിക്രമം ഇന്നു പെരുവഴി വീഴുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മതീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്ന് ഉള്ളിൽ ആകുലമെന്നിയേ വാഴുകിൽ എന്നുമേ നഷ്ടമാക്കിയിടുവാൻ വെള്ളം. കവികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു. വില്ലും കുഴിയെ കുലച്ച് അർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണം എൻ ദുർവാരമായ ശിലീമുഖ വിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയ ഞാൻ. വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വീരുഖങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞുവ തുങ്കമായ തരംഗാവലിയോടും ത്രപ്തവങ്ങളായി പരിതപ്തങ്ങളായി വന്ന് അത്യുഗ്ര നക്ര തിമിജ്ജ ഷടാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ട് ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യാഞ്ജ ഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വെച്ച സത്രരൂപം ദണ്ഡ നമസ്കാരവും ചെയ്ത് രക്താന്തലോചനാകിയ രാമന് സത്യാവണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക, ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപവേ, ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാഥന, ത്രാഹിമാം ത്രാഹിമാം രാമ രമാവതേ. ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചത് ഏറ്റവും ജഡസ്വഭാവങ്ങളാൽ. കഷ്ടം അതാർക്കു നീക്കാവൂ തവമതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ യോഗ സ്വഭാവത്തെ അന്യഥാ കർത്തുമാരുള്ളത് ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി താനേവ രൂപിവോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമ
ലോഭാദികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഞാൻ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപുരുഷനായി ഗുണാത്മാവുമായപ്പോൾ വിരാട്ടിങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായുതു ദേവാദികൾ തഥാ തത്ര തത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ രുദ്രജോ ഭൂതങ്ങളായി പ്രജേശാദികൾ തമോഭൂതനായി ഭൂതപതിതാനും ഉത്തമ പുരുഷ രാമ ദയാനിതേ മായയാ ജന്നനായി ലീലാമാനുഷനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട അനാരദം നിർഗുണനായി സദാചിത്രാനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോട്ടതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്ക് സന്മാർഗപ്രാപകമൂർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലഘുടം തഥാ ദുഷ്ടാനുശാസനം ധർമ്മഭവാദൃശം ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപുരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്ര അഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാതു വദാമി തേ ഇപ്പം വണങ്ങി സ്തുതിച്ചു വരുണനോട് ഉത്തമ പുരുഷൻ താനും അരുൾ ചെയ്തു ബാണം മതീയമോഘമതിന്യക വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും വട്ടമില്ലാതൊരു ലക്ഷ്യം അതിനു നീ കാട്ടിത്തരണമെനിക്കു ആരാന്നിതേ അർണവനാഥനും ചൊല്ലിനാനന്നേരം അന്യോന്യകാരുണ്യ സിന്ധോ ജഗൽപദേ ഉത്തരസ്യാം ദിശമത്തീരഭൂതലേ ചിത്രദ്യുമാകു അകല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മക്കളുണ്ട് നിശാചര എത്രയും പാരം ഉപദ്രവിച്ചിടുവോർ വേഗാൽ അവിടെ കയച്ച ബാണം തവ ലോകോപകാരമാകുമാതു നിർണയം രാമനും ബാണമയച്ചാനതു നേരം ആമയം തേടിയിടും ആ വീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം ചെന്ന് മെല്ലവേ തുണീരവും ബുക്കിരാതരാൽ ആ വീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു പ്രവേശവും തഥാ തൽക്കൂലദേശവും അന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതപ്പോഴും എപ്പോഴും സാഗരം തൊലിനാൻ സാദരമന്നേരും ആകുലമെന്നീ മജ്ജലേ സത്വരം സേതു ബന്ധിക്ക നളനാങ്ക വിവരണേതും അവനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശില്പക്രിയാതൽപരൻ എത്രയും വിശ്വദുരിതാപഹാരിണിയായി തപ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതുടൻ അഭിയും എല്ലാം അറിഞ്ഞരുളും നീടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ സദാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നടന വിളിച്ചുടൻ ആജ്ഞാ ചെയ്തിതു സേതുബന്ധനേ ദക്ഷണേ മർക്കടമുഖ്യനാം മകൻ നളൻ ഉത്തരനെത്രന വന്ദിച്ചു സത്വരം പർവ്വതതുല്യ ശരീരികളാകിയ ധ്രുവാരവീരമിയെന്ന കവികളും തരവതിക്കലും കലും വന്നു തരവ സരസം പർവ്വത ഭാഷാണപദപങ്കടങ്ങൾ കൊണ്ടുവരുന്ന പവംഗീനം പടുത്തി രാമഭദ്രനാം ദാശരഥ ജഗദീശ്വരൻ ത്വമകേശം പരമേശ്വരം ശങ്കരം
രാമേശ്വരമെന്ന നാമം അരുൾ ചെയ്ത് ശോഭനമായ മുഹൂർത്തേണ സംസ്ഥാപ്യ പാപഹരായ ത്രിലോക ഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനേവം അരുൾ ചെയ്തു. യാതൊരു മർത്യൻ ഇവിടെ വന്ന് ആദരാൽ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്തിയാ ഭജിക്കുന്നത്, അപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട് അത് ശുദ്ധനായി വന്നുകൂടും. മമ അനുഗ്രഹാൽ മുക്തിയും വന്നിടും, അതിനില്ലൊരു സംശയം. സേതുബന്ധത്തെങ്കിൽ മജ്ജനവും ചെയ്ത് ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ട് വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരണാധിപുക്ക് ഗംഗയിൽ സ്നാനവും ചെയ്ത് ജിതശ്രമം ഗംഗാ സലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരന് അഭിഷേകവും ചെയ്ത് അത് ശ്രീമൽ സമുദ്രയെ കളഞ്ഞ് തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യന് എന്നോട് സായൂജ്യം വരും, അതിനില്ല സംശയം എന്നരുൾ ചെയ്തു രാമൻ തിരുവടി. നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനം നളനും പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ. പിതൃവം മദ്രിഭാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നു. 20 യോജന പിറ്റേന്നാൾ 3-ാം ദിനം, 21 യോജന 4-ാം ദിനം, 22 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായുധം ചഞ്ചലമെന്നിയെ തീർന്നു. ഒരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും അതംഗീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ, മാരുതി കണ്ഠേ കരേറി രഘുത്തമൻ രാമ തരേ കണ്ഠേ സുമിത്രാതനയനും ആരുഗ്യ ചെന്നു സുബേലാകലം മുകളേറിനൻ വാനരസേനയോടും ദ്രുതം ലങ്കാപുരാലോകനാശയാ രാഘവൻ ശങ്കാവിഹീനം സുബേലാകലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു എം ഭാരതൻ പുരിക്കൊത്ത ലങ്കാപുരം. ശ്രീരാമ. സ്വർണമയ ധ്വജ പ്രാകാര തോരണ പൂർണ്ണ മനോഹരം പ്രാസാദശങ്കലം കൈലാസ ശൈലേന്ദ്ര സന്നിഭ ഗോപുരം ജാല പരിഗതഗ്നി സമന്വിതം പ്രാസാദമൂർത്തി വിധീർണദേശേ മുദാ വാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിപിശംകുലേ രത്നദാരുണ്ടാതപത്രൈരുപശോഭിതേ ആലവട്ടങ്ങളും പെഞ്ചാമരങ്ങളും തരുണിമാരെ കൊണ്ട് വീച്ചു നില ശൈലാപം ദശീലോജ്വലം നീലമോഘോപമം കണ്ട് രഘുത്തമൻ വൃത്രം കൈക്കൊണ്ട് മാനിച്ചു മാനതേ സ്മിതം വാനരന്മാരോട് ചൊല്ലിനാർ. മുന്നേ നിബദ്ധനായ ഒരു സുഖാസുരൻ തന്നെ വിരവോടയക്ക മടിയാതെ എന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്ത് അത് കേട്ടു തൊഴുതവൻ ചെന്നു ദശാനൻ തന്നെ വണങ്ങിനാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം മാമനേട്ട, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. നമ്മുടെ ഇന്ന് പാരായണം ചെയ്ത ഭാഗം ഇവിടെ വരെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്റർഫിയർ ചെയ്തത്. ജയശങ്കര. ഞാൻ അടുത്തതായി ഇന്നത്തെ പാരായണം ചെയ്ത ഭാഗത്തെക്കുറിച്ച് വിശകലനം ചെയ്യാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ജില്ലാ ചാപ്റ്റർ ചീഫ് കോർഡിനേറ്ററായ ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ജയശങ്കര. ഹരി ഓം. ജയശങ്കര. എല്ലാവർക്കും നമസ്തേ. അങ്ങനെ വിഭീഷണൻ വന്ന് ശരണം പ്രാപിക്കാനായിട്ട് രാവണന്റെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സമാപിച്ചത്. 4 അമാത്യന്മാരുമായിട്ട്, അതിലൊന്ന് ഹനുമാൻ സ്വാമി ആയിട്ട് വിഭീഷണൻ, കാരണം പറഞ്ഞിരിക്കുന്നത് രാമനെ പോയി അഭയം പ്രാപിച്ചുള്ളൂ എന്ന് തന്നെയാണ് അവിടെ രാവണൻ വിഭീഷണനോട് പറയുന്നത്. എൻ്റെ വാളിന് ചന്ദ്രഹാസത്തിന് ഊണാവരുതെന്നുണ്ടെങ്കിൽ നീ നിന്റെ രാമനെ പോയി അഭയം പ്രാപിച്ചു. അപ്പം വഴി കാണിച്ചു കൊടുത്തത് ശരിക്കും ആരാണ്? വിഭീഷണന് വഴി കാണിച്ചു കൊടുത്തത് രാവണൻ തന്നെയാണ്. അങ്ങനെ 4 അമാത്യന്മാരുമായിട്ട് വിഭീഷണൻ വന്ന്
ഭഗവാനെ ശരണം പ്രാപിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോ മഹേന്ദ്രാചലോപരി വന്നിട്ടാണ് ഭഗവാനെ ആ മുകളിൽ നിന്ന് തന്നെ ഭഗവാനെ ഭക്തിയാ സ്തുതിക്കുകയാണ് വിഭീഷണൻ. എന്നിട്ട് ലങ്കയിലുണ്ടായ സംഭവങ്ങൾ, ഇതുവരെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവിടെ അമാത്യന്മാരെല്ലാം കൂടെ കൂടി ആലോചിച്ചതും അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതെന്നും ആ പറഞ്ഞത് കൊണ്ട് എന്നെ വാളിന് ഊണാക്കുമെന്ന് പറഞ്ഞതും അങ്ങനെ ഞാൻ ഇവിടെ 4 അമാത്യന്മാരുമായി വന്നതാണെന്നും ശരണാഗതി അടയുകയാണ് ഭഗവാനെ ഞാൻ, എനിക്കിനി വേറൊരു ആലംബനമില്ല, അങ്ങല്ലാതെ ആരുമില്ല, അവിടുത്തെ ചരണാംബുജത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ പറയുന്നു. അപ്പൊ അത് കേൾക്കുന്ന സുഗ്രീവൻ പറയുന്നുണ്ട്, ഭഗവാനെ സൂക്ഷിക്കണം, ശത്രുപക്ഷത്തുള്ളവരെ ഈ നമ്മുടെ പക്ഷത്തേക്ക് വരുമ്പോ മിത്രഭാവത്തിലായിരിക്കും വരുന്നേ, പക്ഷെ അവന്റെ ഉള്ളിൽ ശത്രുത്വം തന്നെയായിരിക്കും. അവരെ വിശ്വസിക്കാൻ പാടില്ല. കാരണം 2 കാരണങ്ങളാണ്. ഒന്ന്, മായാവികളായ രാക്ഷസ സൈന്യത്തിലെ ഒരാളാണ്, രാവണന്റെ സഹോദരൻ തന്നെയാണ് വന്നേക്കുന്നത്. മിത്രഭാവത്തിൽ വന്നത് നിദ്രയിലെങ്കിലും നമ്മളെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. ആ ഉദ്ദേശത്തിലാണോ വന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ശരണം കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് സുഗ്രീവനൊപ്പം തന്നെ പറയുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന ഹനുമാൻ സ്വാമി പറയുകയാണ്, രാവണന്റെ സഹോദരനായി പോയി ജനിച്ചു എന്നുള്ളത് വിഭീഷണന്റെ ഒരു മൈനസ് മാർക്കല്ല. അതുപോലെ തന്നെ രാക്ഷസ വംശത്തിൽ ജനിച്ചവരൊക്കെ എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഇവിടെ ഗണിക്കേണ്ടതില്ല. പിന്നെ ശരണാഗതി അടയുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സനാതന ധർമ്മശാസ്ത്രം. അപ്പം വേദവാക്യം പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് വിഭീഷണനെ നമ്മൾ സ്വീകരിക്കണം, അതാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ഹനുമാൻ സ്വാമി പറയുന്നു. ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അഭിപ്രായമൊക്കെ കേട്ടതിന് ശേഷം ശ്രീരാമൻ സ്വാമി പറഞ്ഞു, ശരണാഗതി അടയുന്നവരെ, അതായത് ആശ്രിത വത്സലനായിരിക്കണം, ശരണം പ്രാപിക്കുന്നവരെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഫലം? ബ്രഹ്മഹത്യാ പാപം. ധർമ്മശാസ്ത്രം പറയുന്നു, ശരണം പ്രാപിക്കുന്നവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകും. ഇനി സംരക്ഷിച്ചാലോ? ഒരു അശ്വമേധയാഗം നടത്തിയ പുണ്യം ലഭിക്കും. ആ ധർമ്മശാസ്ത്രം അനുസരിച്ച് നമുക്കിവനെ വന്നതായ വിഭീഷണനെ സ്വീകരിക്കാം. പിന്നെ പോരായെങ്കില് ശ്രീരാമൻ ആരാണ്? ഭഗവാൻ നാരായണനാണ്. ശത്രുക്കളോ മിത്രങ്ങളോ ആരുമില്ല. പിന്നെ വഞ്ചിച്ചോ ചതിച്ചോ ഒന്നും ഭഗവാനെ അകപ്പെടുത്താനും ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കപോതത്തിന്റെ കഥ ഇവിടെ ശ്രീരാമൻ എല്ലാവർക്കുമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും ഒരു വനത്തിൽ ഒരു കപോതം, 2 കപോതങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു പക്ഷി, കപോത പക്ഷികൾ. ആ പക്ഷികൾ ഒരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വേടൻ അവിടെ വരികയും തൻ്റെ അമ്പ് ഉപയോഗിച്ച് ഒരു പെൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തുകയും ചെയ്യുന്നു. അമ്പെയ്ത് വീഴ്ത്തു കഴിഞ്ഞും പ്രാണവേദനയോടെ അത് താഴെ വീണ് മരിക്കുകയാണ്. ഇത് കാണുന്ന ആ ആൺപക്ഷിക്ക്, ആൺകപോതത്തിന് അതിവായ സങ്കടം വന്നു. എന്ത് ചെയ്യാൻ പറ്റൂ ഇനി? ഭയങ്കരമായ സങ്കടത്തിൽ അത് കരഞ്ഞു. പക്ഷെങ്കിൽ കരഞ്ഞ് വിഷമിച്ചത് അവിടെ ഇരിക്കുന്ന സമയത്ത് അതിഭയങ്കരമായ കാറ്റും മഴയും രാത്രിയും ഇരുട്ടും ഒക്കെ എത്തി. അപ്പൊ ഈ വേടന് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അത് പ്രാണരക്ഷാർത്ഥം മരത്തിന്റെ ചുവട്ടിൽ അഭയം പ്രാപിച്ചു. ആ കപോതം ഇരുന്ന മരത്തിന്റെ ചുവട്ടിൽ തന്നെയാണ് അഭയം പ്രാപിച്ചത്. അത് വിശന്ന് വലഞ്ഞ് ആ വേടൻ താഴെ ഇരിക്കുന്നതേ കണ്ടപ്പോ ഈ പക്ഷി, കപോതം, ആൺപക്ഷി പറന്നുപോയി ഒരു കൊള്ളി അഗ്നിയുള്ള ഒരു കമ്പുമായിട്ട് പറന്നു വന്ന് വേടന് കൊടുത്തു. അപ്പൊ വേടന് ആ അഗ്നിയില് ആ പെൺകപോതത്തെ ചുട്ട് കഴിച്ചു. എന്നിട്ടും ആ വേടന്റെ വിശപ്പ് മാറിയില്ല എന്ന് കണ്ടിട്ട് ആ അഗ്നിയിലേക്ക് ഈ ആൺകപോതവും കൂടെ ചാടി തൻ്റെ ശരീരം കൊണ്ട് ഇയാൾക്ക് ഭക്ഷണമാകുന്നെങ്കിൽ തൻ്റെ മരത്തെ ആശ്രയിച്ചവരാണല്ലോ, അതായത് തൻ്റെ ദേഹം പോലും ത്യജിച്ചിട്ടാണെങ്കിലും ആശ്രിത വത്സലനായിരിക്കണം, ശരണാഗതി പ്രാപിച്ചവരെ സംരക്ഷിക്കണം എന്നാണ് ഈ രാമൻ ഈ കഥയിലൂടെ നമുക്ക് തരുന്ന ധർമ്മശാസ്ത്രം. അങ്ങനെ വിഭീഷണനെ സ്വീകരിക്കാമെന്നങ്ങനെ തീരുമാനിക്കുന്നു. പറയുകയാണ്, സുഗ്രീവ, നീ തന്നെ പോയി വിഭീഷണനെയും 4 അമാത്യന്മാരെയും കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറയുന്നു. അതനുസരിച്ച് സുഗ്രീവൻ പോയി
വിഭീഷണനെയും 4 അമാത്യന്മാരെയും കൂട്ടിക്കൊണ്ടുവരുന്നു. കൂട്ടിക്കൊണ്ടുവന്നിരിക്കുമ്പോൾ ഭഗവാന്റെ ആ വിഭീഷണന്റെ സ്തുതിയാണിനി. ആ സ്തുതി വളരെ പ്രസിദ്ധമായ സ്തുതിയാണ്. ഈ സ്തുതി ചൊല്ലുന്നവർക്കെല്ലാം ഭഗവത് ഭക്തി ഉണ്ടാകുമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ആ സ്തുതിയിൽ സന്തുഷ്ടനായ ഭഗവാൻ ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളാൻ വിഭീഷണനോട് പറയുമ്പോൾ, ത്വൽപാദ ഭക്തിയൊഴിഞ്ഞ് ത്വൽപാദ പങ്കജ ഭക്തിരേവാസ്തുമേ നിത്യമിളക്കം ഒഴിഞ്ഞ് കൃപാനിധേ. മറ്റൊന്നും എനിക്ക് വേണ്ട, ഭഗവാന്റെ പാദമലരുകളിൽ ആ ഭക്തി ഉണ്ടായാൽ മാത്രം മതി. അതിനൊരു ഇളക്കവുമില്ലാത്ത ഭക്തി ഭഗവാനിൽ ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് വിഭീഷണൻ അപ്പോൾ വരമായിട്ട് ചോദിക്കുന്നത്. ഭഗവാൻ അത് അനുഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്തുതി ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നവൻ മുക്തിപദത്തെ പ്രാപിക്കുമെന്നും പറയുകയാണ്. അത് കൂടാതെ ഭഗവാനെ ശരണം പ്രാപിച്ചു എന്നതിന്റെ ഫലം ഇപ്പൊ ഉടനെ തന്നെ അനുഭവിക്കണം. അതുകൊണ്ട് ലക്ഷ്മണ, നീ പോയി സാഗരത്തിൽ നിന്ന് ജലം കൊണ്ടുവന്ന് വിഭീഷണനെ ലങ്കാധിപതിയായി ഇപ്പോ തന്നെ നമുക്ക് അഭിഷേകം ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ പോയി സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യുന്നു. ഈ സമയത്ത് ദേവകൾ പുഷ്പവൃഷ്ടി നടത്തുന്നു. അപ്സരസ്സുകൾ വാദ്യ സംഗീത നൃത്തങ്ങളെല്ലാം അവിടെ നടക്കുന്നു. പുഷ്പവൃഷ്ടി നടക്കുന്നു. വളരെ ദേവലോകത്തും ഭൂമിയിലും ഒരുപോലെ ശാന്തതയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു. സുഗ്രീവൻ വിഭീഷണനെ ആലിംഗനം ചെയ്തിട്ട് ഒരു സഹോദര നിർവൃതി സ്നേഹത്തോടുകൂടി പറയുന്നു, ഇനി നമുക്ക് ഒന്നിച്ചു ചേർന്ന് ശ്രീരാമനെ വേണ്ടതായ സൗകര്യങ്ങളും ദേവിയെ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങളും നമുക്ക് ചെയ്യാം, നമുക്ക് ഒന്നിച്ചു നിന്ന് ചെയ്യാം എന്ന് പറയുന്നു. അപ്പൊ വിഭീഷണൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഭഗവാനെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഭഗവാനെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും? ഭഗവാൻ എല്ലാ കാര്യവും കാരണവും കർമ്മവും എല്ലാം സർവവും ഭഗവാനാണ്. ജഗത്തിന്റെ നാഥാവാണ്, ജഗൽ പിതാവാണ് അദ്ദേഹം, ജഗതീശ്വരനാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് നമ്മുടെ സഹായം ആവശ്യമുണ്ടോ? പിന്നെന്താണ്? ഭഗവാനെ നമുക്ക് പാദസേവ ചെയ്യാം. ഭഗവാന് വേണ്ട സേവകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതിന് ഞാൻ എപ്പോഴും ഒരുക്കമാണ് എന്ന് വിഭീഷണൻ പറയുന്നു. ഈ സമയത്താണ് രാവണന്റെ ദൂതനായിട്ട് ശുകൻ വരുന്നത്. ശുകൻ വരുന്നത് കാണുമ്പോൾ തന്നെ മർക്കടന്മാരെല്ലാം കൂടെ ഓടിച്ചെന്ന് അവനെ ഉപദ്രവിക്കുകയാണ്. അവൻ അവിടെ വിളിച്ചു പറയുകയാണ്, ഞാൻ രാവണന്റെ ദൂതനായിട്ട് വന്നതാണ്, സുഗ്രീവന് കൊടുക്കാനുള്ള ദൂതാണ്. എന്താണ് ദൂത്? സുഗ്രീവ, നീ എന്തിനാണ് ഈ കപികുലങ്ങളോട് വന്ന് വാനരന്മാരോടൊത്ത് ഇവിടെ വന്ന് ഈ മനുഷ്യർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത്? നിന്നോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ലല്ലോ, ഞാൻ നിന്നോട് യാതൊരു കാര്യത്തിനും വന്നിട്ടില്ല. അപ്പൊ പിന്നെ നീ എന്നോട് എന്തിനാണ് യുദ്ധത്തിന് ഇവിടെ ഇവർക്ക് സഹായത്തിന് വന്നിരിക്കുന്നത്? നീ തിരിച്ച് നിന്റെ വാനരന്മാരുമായി കിഷ്കിന്ധിയിലേക്ക് പോവുക. ഇതാണ് രാവണൻ സുഗ്രീവന് കൊടുക്കാനുള്ള ദൂതുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ടിട്ട് മർക്കടന്മാരെല്ലാം അവരവരെ കഴിയുന്ന അടിയും ഒക്കെ കൊടുക്കുകയാണ് ഈ ശുകനെ. അപ്പൊ ഈ ശുകൻ ഭഗവാനെ വിളിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ദൂതന്മാരെ കൊല്ലാൻ പാടില്ല, അതുകൊണ്ട് ഈ ശുകനെ ബന്ധിച്ച് കാത്തു സൂക്ഷിക്കുക. ഇവനെ നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് ഇനിയും കാണാം. അതുകൊണ്ട് ഇപ്പൊ ഇവനെ നമ്മൾ വിടണ്ട, നമുക്കിവനെ ബന്ധിച്ച് കാത്തു സൂക്ഷിക്കാൻ പറയുന്നു. അപ്പൊ എന്ത് മറുപടിയാണ് ഇനിയും കൊടുക്കേണ്ടത് രാവണന്? അത് സുഗ്രീവനോട് ചോദിക്കുമ്പോ സുഗ്രീവൻ പറയുന്നു, ഞങ്ങള് കുലം മൊത്തം കൂടെ വന്ന് ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണന്റെയും നേതൃത്വത്തിൽ അവിടെ വന്ന് ലങ്കയെയും ചുട്ടുപൊട്ടിച്ച് രാവണാദി രാക്ഷസന്മാരെ എല്ലാം വധിച്ച് സീതാദേവിയെയും കൊണ്ട് പോരും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കിഷ്കിന്ധിയിലേക്കുള്ള മടക്കമൊക്കെ എന്നൊക്കെ രാവണനോട് നീ പറഞ്ഞോ എന്നുള്ള ദൂതവാക്യം കൊടുക്കുന്നു. അങ്ങനെ ഇനി എന്താണ് ഇനി മാർഗം? ഇനി ഇപ്പൊ ആകെ ഈ സമയത്തുണ്ട് ഒരു നിശാകരൻ എന്ന താപസൻ അവിടെ വന്നിട്ട്, നിശാചരൻ രാക്ഷസൻ അവിടെ ഇതെല്ലാം കണ്ടിട്ട് ചെന്ന് രാവണനോട് ഇവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ചെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിശാചരൻ പോയി കഴിയുമ്പം ഈ ശുകനെ ബന്ധിച്ചും കിടത്തിയിരിക്കുക. ഇനിയിപ്പൊ ഈ സാഗരത്തെ തരണം ചെയ്യണം. ഇനി അതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം. അതെങ്ങനെ സാധിക്കും എന്ന് ചിന്തിച്ച് ഇനി എന്താണ് കർത്തവ്യം എന്നാലോചിച്ചിരിക്കുമ്പോ ഞാൻ എൻ്റെ ടാബിൽ നിന്നാണ് ഇത് നോക്കിയിട്ട് പറയുന്നത്. എനിക്ക് പുസ്തകമില്ല.
പെട്ടെന്ന് ടാബ് ഓഫായി പോയി, അതാ ഞാൻ നോക്കിയത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴ് ദർഭ വിരിച്ച് അതിൽ നമസ്കരിച്ചുകൊണ്ട് 3 ദിവസം ഭഗവാൻ ഉപവാസമെടുത്ത് വ്രതധ്യാന തൽപരനായി നിന്നു. 3 ദിവസത്തെ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥനാനിരതമായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സാഗരം ഒരു കാര്യവും ചെയ്തു കൊടുത്തില്ല. ഇത് കണ്ട് ഭഗവാൻ അങ്ങ് കോപാകുലനാകുകയാണ്. സാഗരത്തിന് ഒരു മാറ്റവുമില്ല. അപ്പൊ എന്തു ചെയ്യും? കൊണ്ടുവാ ലക്ഷ്മണ വില്ലും അമ്പും, ഞാൻ ഇന്ന് തന്നെ ഈ സാഗരത്തിനെ ഭസ്മമാക്കിയിട്ടേ ഉള്ളു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണൻ കൊണ്ടുകൊടുത്ത വില്ലൊക്കെ കുലയ്ക്കുകയാണ്. അങ്ങനെ വില്ല് കുലയ്ക്കുന്ന സമയത്ത് വരുണൻ പ്രത്യക്ഷപ്പെടുന്നു. ദിവ്യരത്നങ്ങളുമൊക്കെയായിട്ട് ആ വരുണൻ പ്രത്യക്ഷപ്പെട്ട് ഭഗവാനോട് പറയുന്നു, നമുക്കതിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടുന്ന് സാഗരത്തിൽ കൂടെ സേതു ബന്ധിച്ചാലും എന്ന് പറഞ്ഞു. അപ്പൊ ആകുലമെന്നിയെ മജ്ജലെ സത്വരം സേതു ബന്ധിക്ക എന്ന് പറഞ്ഞു. അപ്പം നളൻ എന്ന കപിവീരനെ തന്നെ, വിശ്വകർമാവിന്റെ പുത്രനായ നളനെ തന്നെയാണ്, കാരണം വിശ്വശില്പിയാണ് വിശ്വകർമാവ്. അദ്ദേഹത്തിന്റെ മകനായ നളനാണ് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത്. നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം, അതായത് പാലം നിർമ്മിക്കാം എന്ന് തീരുമാനിക്കുന്നു എന്ന് വരുണൻ പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ, അങ്ങനെ അനുസരിച്ച് നളനെ വിളിച്ചിട്ട് സേതുബന്ധനത്തിന് വേണ്ട ആജ്ഞ കൊടുക്കുന്നു. ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം പർവ്വതതുല്യ ശരീരികളായ ആ കവികളെല്ലാവരും കൂടെ സർവ്വദിക്കിലും നിന്ന് ധാരാളം പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നു. ഓരോരുത്തരായിട്ട് നിരന്ന് നിന്നുകൊണ്ട്, നമ്മുടെ പടത്തിൽ കാണുന്ന പോലെ നിരന്ന് നിന്നുകൊണ്ട്, ഒന്നിനൊന്ന് കൈകോർത്ത് നിൽക്കുന്ന പോലെ നിന്നുകൊണ്ട് കൊണ്ടുവരുന്ന പാഷാണ ജാലങ്ങളെല്ലാം തന്നെ അതിൽ നിക്ഷേപിച്ച് അങ്ങനെ സേതുബന്ധനം നടത്തുന്നു. ഇവിടെ ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹൃതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്തിയാ നമസ്കൃത്യ രാജീവലോചനും അരുൾ ചെയ്തു. എന്താണ്? ഇവിടെ വന്ന് ആദരാൽ സേതുബന്ധനം, രാമേശ്വരത്തി എന്ന് സേതുബന്ധനം കണ്ട് ഭജിക്കുന്നവർക്ക് ബ്രഹ്മഹത്യാദി പാപങ്ങളൊക്കെ തീരും. നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷൻ ഈ പ്രാവശ്യത്തെ തീർത്ഥയാത്ര നടത്തുന്നത് രാമേശ്വരത്തേക്കാണ്. അങ്ങനെ ബ്രഹ്മഹത്യാ പാപം പോലും, ഏറ്റവും വലിയ പാപമാണ് ബ്രഹ്മഹത്യാ പാപം, അതുപോലും രാമേശ്വരത്തെ സ്നാനം കഴിഞ്ഞ് ഭഗവാൻ ആ രാമേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുമെന്ന് ഭഗവാന്റെ അനുഗ്രഹം. എന്നിട്ടോ രാമേശ്വരത്തെ തീർത്ഥം കൊണ്ടുപോയി വാരണാസിയിൽ ചെന്ന് ഭഗവാൻ അഭിഷേകം കഴിച്ചിട്ട് തിരികെ കൊണ്ടുവന്ന് ആ ജലത്തിന്റെ ബാക്കി രാമേശ്വരത്തെ തീർത്ഥത്തിൽ ഒഴിക്കണം. മജ്ജനം ചെയ്യുന്ന മർത്തിന് എന്നോട് സായുജ്യം വരും. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവത് സായുജ്യം, സാമീപ്യമല്ല, സാരൂപ്യമല്ല, സാലോക്യമല്ല, ഏറ്റവും പരമമായ മുക്തിയായ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കും എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അങ്ങനെ പാഷാണതരുക്കളെല്ലാം കൊണ്ടുവന്ന് ആദ്യത്തെ ദിവസം തന്നെ 14 യോജന തീർന്നു. പിറ്റേ ദിവസം 20 യോജന, പിറ്റേന്നാൾ 20 യോജന, 3-ാം നാൾ 21 യോജന, 4-ാം ദിനം 22, അങ്ങനെ 23, 5-ാം നാൾ, അങ്ങനെ 5 നാൾ കൊണ്ട് 100 യോജന വിസ്താരമുള്ള ഒരു പാലം അവരങ്ങ് പാഷാണ കല്ലുകൾ കൊണ്ട് പറക്കിയിട്ട് നിർമ്മിച്ചു. അതിന്മേലെ എന്നിട്ട് കവികളൊക്കെ ശങ്കാവിഹീനം ആതങ്കഹീനം നടന്ന് ലങ്കയിലേക്ക് പോവുകയാണ്. മാരുതിയുടെ കണ്ഠമേറി ശ്രീരാമചന്ദ്രപ്രഭുവും അങ്കദന്റെ കണ്ഠമേറി സുമിത്രാതനയനും അങ്ങനെ പോകുന്നു. അവരങ്ങനെ ലങ്കാപുരി കാണുകയാണ്. ഇത്രയും ആയിരുന്നല്ലോ എന്ന് നമ്മൾ പാരായണം ചെയ്ത ഭാഗം. ഇത്രയുമായിരുന്നല്ലോ. അതെ അതെ അതെ. ശുഗനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് കൊണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് വിവരങ്ങളെല്ലാം അറിയിക്കുന്നതിന് ദൂതനായ ശുഗനെ പറഞ്ഞു വിടുകയും ചെയ്തു. എല്ലാവർക്കും നന്ദി, നമസ്തേ.
നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. എല്ലാരും ശരി, എല്ലാരും റെഡിയാണല്ലോ? റെഡി. വിഭീഷണനോടൊപ്പം രാമസവിധത്തിൽ ആരൊക്കെയാണ് എത്തിയത്? 4 4 മന്ത്രിമാര്. വിഭീഷണൻ മഹേന്ദ്രാചലോപരി എത്തി ഭഗവാനെ സ്തുതിച്ച് ശരണം ചോദിക്കുമ്പോ സുഗ്രീവൻ എന്താണ് അഭിപ്രായം പറയുന്നത്? അതെ, ഹനുമാന്റെ അഭിപ്രായം എന്തായിരുന്നു? അത് നമ്മുടെ ധർമ്മത്തിന് നിരക്കുന്നത് ആര് നമ്മളെ ആശ്രയിക്കാൻ വന്നാലും നമ്മള് തീർച്ചയായിട്ടും അവരെ ഉൾക്കൊള്ളുകയും അവരെ പരിപാലിക്കുകയും ചെയ്യും. അതുപോലെ ദാനവന്മാരിലും നല്ലവര് കാണും, ജാതി മത ഗുണ നാമാദികൾക്ക് ഭേദമില്ല. ആശ്രിത സംരക്ഷണത്തെ കുറിച്ച് സനാതന ധർമ്മശാസ്ത്രത്തിൽ എന്താണ് പറയുന്നതെന്നാണ് ശ്രീരാമൻ പറയുന്നത്? അടയുന്നവരെ നമ്മൾ അഭയം കൊടുക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ സനാതന ധർമ്മത്തിന് പിന്നെ എതിരാണെന്നും, പിന്നെ ഒരു അഭയം കൊടുത്താൽ അത് പറയണോ? അതാണ് സനാതന ധർമ്മത്തിന്റെ അഭയം കൊടുത്താൽ നമുക്ക് ഒരു അശ്വമേധ യാഗം നടത്തിയ പുണ്യമാണെന്നും, കൊടുത്തില്ലെങ്കിൽ ബ്രഹ്മഹത്യ പാപവും. ബ്രഹ്മഹത്യ ഭാവമാണ്. ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കേണ്ടതിന്റെ ഉദാഹരണമായിട്ടൊരു കഥ പറയുന്നുണ്ടല്ലോ, ഒരു കപോതത്തിന്റെ. ചുരുക്കി പറയാം. കപോതത്തിന്റെ അതിനകത്തൊരു രാമദേവൻ പറയട്ടെ. 2 കപോത പക്ഷികൾ മരക്കൊമ്പിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരു വേടൻ അവിടെ വരുന്നു. വേടൻ അതിലെ ആ പെൺ കപോതത്തെ ചെയ്യുന്നു. പിന്നെ അപ്പൊ പിന്നെ ആൺ കപോതം കരഞ്ഞ് അവശനായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര മഴ പെയ്യുന്നു. അപ്പൊ ഈ വേടൻ ഈ കപോതം ഇരിക്കുന്ന മരത്തിന്റെ ചോട്ടിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ ഈ വേടൻ വിശന്ന് വലഞ്ഞിരിക്കുന്ന കണ്ടപ്പോ ഈ കപോതം ഒരു പിന്നെ അഗ്നിയുള്ള ഒരു ചുള്ളിക്കമ്പ് കൊണ്ട് കൊടുക്കുന്നു. അതിൽ ഈ കപോത പക്ഷിയുടെ അതിൽ നിന്ന് ഹരിച്ചിട്ടും അത് വിശപ്പ് തീർന്നില്ല എന്ന് കണ്ടിട്ട് സ്വയം വേടനിലേക്ക് ചാടി വേടന്റെ വിശപ്പ് തീർക്കുന്നു. വളരെ ശരിയാണ്. വിഭീഷണന്റെ സ്തുതിയാൽ സംപ്രീതനായ ഭഗവാൻ വിഭീഷണനോട് വരം ചോദിച്ചുകൊള്ളാൻ പറയുമ്പോ വിഭീഷണൻ എന്ത് വരമാണ് ചോദിക്കുന്നത്? എനിക്ക് ഭക്തി മതി, ഭക്തി മാത്രം മതി, എപ്പോഴും അങ്ങയുടെ നാമം ചൊല്ലാൻ ഭക്തിയോട്. വളരെ ശരിയാണ്. രാമനെ ശരണം പ്രാപിച്ചാലുള്ള ഫലം ഉടനെ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ എന്ത് ചെയ്യണമെന്നാണ് ലക്ഷ്മണനോട് പറയുന്നത്? സാഗരത്തിൽ നിന്ന് ലക്ഷ്മണനോട് ജലം കൊണ്ടുവന്ന് പിന്നെ ലങ്കയിൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാന് രാവണന്റെ ദൂതുമായി വരുന്നത് ആരാണ്? സുഗൻ. ആർക്കായിരുന്നു ദൂത്? സുഗ്രീവന്. എന്തായിരുന്നു ദൂത്? നീ മർക്കടന്മാരും എത്രയും പെട്ടെന്ന് കിഷ്കിന്ധയ്ക്ക് പൊക്കോളും. ശുഗനെ എന്ത് ചെയ്യണമെന്നാണ് രാമൻ പറയുന്നത്? ബന്ധനം ചെയ്ത് ഇവനെ കാത്തുവയ്ക്കാൻ നമുക്ക് ആവശ്യം വരും. അതെ, ബന്ധിച്ച് കാത്തു സൂക്ഷിക്കുകയാണ്. ഈ വിവരമെല്ലാം ഇവിടെ നടന്ന ഈ സംഭവങ്ങളെല്ലാം രാവണന്റെ കൊട്ടാരത്തിൽ ചെന്ന് അറിയിക്കുന്നത് ആരാണ്? നിശാചരൻ. അതെ, ശാർദൂലൻ എന്ന നിശാചരൻ. എത്ര ദിവസമാണ് ഭഗവാൻ ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ ഇരുന്നത്? 3 ദിവസം. 3 അഹോരാത്രം. അതെ, സാഗരത്തെ ഭസ്മമാക്കുന്നതിന് വേണ്ടി വില്ല് ഉലച്ചപ്പോൾ അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ട് വരുണൻ എന്താണ് ഭഗവാനോട് പറഞ്ഞത്? എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പിന്നെ സേതുബന്ധനം ചെയ്യാം. അതെ. അപ്പൊ അവിടെ ഭഗവാൻ രാമേശ്വരനെ പ്രാർത്ഥിച്ച്
പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പറയുന്നല്ലോ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ശോഭനമായ ഈ രാമേശ്വരത്ത് വന്ന് എന്തൊക്കെ ചെയ്യുമ്പോ എന്തൊക്കെ ഫലങ്ങളെന്ന് പറയുന്നുണ്ട്. ഒന്ന് ചുരുക്കി പറയാമോ? ജലം കൊണ്ടുവന്ന് സ്നാനം ചെയ്ത്, ഗംഗയിൽ പോയി സ്നാനം ചെയ്ത് ഗംഗാജലം ചേച്ചി അങ്ങനല്ല, വേറെ രാമേശ്വരം കുളിച്ച് അവിടുന്ന് തീർത്ഥവുമായിട്ട് രാമേശ്വരം കുളിച്ച് തീർത്ഥവുമായിട്ട് കാശി പോണം. കാശിന്ന് അവിടുന്ന് കാശിന്ന് വന്നിട്ട് രാമേശ്വരത്ത് ഭഗവാൻ അഭിഷേകം ചെയ്യണം. അതെ, രാമേശ്വരത്തെ സമുദ്രത്തിൽ സ്നാനം ചെയ്ത് രാമേശ്വരനെയും രാമേശ്വര തീർത്ഥവുമായിട്ട് കാശിയിലെത്തി അവിടെ ഗംഗയിൽ ഇറങ്ങി കുളിച്ച് ഭഗവാൻ അഭിഷേകവും കഴിച്ചിട്ട് തിരിച്ച് ഗംഗയിലെ ജലം കൊണ്ടുവന്ന് അയോധ്യയെ ലഭിക്കുമെന്നാണ് പറയുന്നത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു സേതുബന്ധനം നടത്താൻ പറഞ്ഞിരുന്നത്? എത്ര ദിവസം കൊണ്ടാണ് ശതയോജന വിസ്താരം? 5 ദിവസം. 5 ദിവസം. എല്ലാ ഉത്തരങ്ങളും ശരിയാണ്, വളരെ സന്തോഷം. ഇന്നലത്തെ വിഷമം തീർന്ന ഭഗവാന്റെ പാദങ്ങളിൽ നമ്മുടെ കഥയും ചോദ്യോത്തരവും പാരായണവും എല്ലാം സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ ഉത്തരവും എല്ലാരും പറഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം. നമസ്തേ ജയശങ്കര. ജ്യോതിഷ് ജി നമസ്തേ. നമസ്തേ ജയശങ്കര. വളരെ സന്തോഷം. അങ്ങനെ 24 ദിവസത്തെ രാമായണക്കാറ്റ് പൂർണ്ണമായിരിക്കുകയാണ്. ഒരു മിനിറ്റ് പറഞ്ഞോളൂ. ഞാൻ എന്നെ 2-3 പേര് വിളിക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുണ്ടായിരുന്നു. ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് 20 കോടി നാമജപം പൂർത്തിയാകുന്ന ദിവസമായിരുന്നു. 20 കോടി നാമജപം പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഇന്ന് പൂർത്തിയായി. സഹസ്രനാമം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോ എല്ലാ ദിവസവും അവിടെ കുലശേഖര മണ്ഡപത്തിൽ സഹസ്രനാമം ജപിക്കാൻ 3 വട്ടം ജപിക്കും. ഇന്നായിരുന്നു അതിന്റെ സമർപ്പണം. ശ്രീരാമാവതാരവും മഹാവിഷ്ണു പത്മനാഭസ്വാമി ക്ഷേത്രം എന്താ ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാല്, ശ്രീരാമ അവതാരത്തിന് തയ്യാറായി അനന്തതൽപ്പത്തിൽ ശയിക്കുന്ന ഭാവത്തിലാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ പ്രതിഷ്ഠ. തീർന്നില്ല. ദേവാദികൾ ഭൂഭാരത്തെ ശമിപ്പിക്കാൻ ശ്രീരാമ അവതാരത്തിനായി ഭഗവാനെ പുരുഷസ്തുത്വം ചൊല്ലി ആണ് സ്തുതിക്കുന്ന പറയുക. നമുക്കറിയാം, ഈ വൈദികമായ പുരുഷസൂക്തത്തിന്റെ പൗരാണിക രൂപമാണ് ശ്രീ മഹാഭാരത അന്തർഗതമായ വിഷ്ണു സഹസ്രനാമം. അപ്പൊ ഇതിപ്പോ ചാതുർമാസ്യ പുണ്യകാലമാണ്. ഈ ചാതുർമാസ പുണ്യകാലത്ത് ഇന്ന് പ്രത്യേകത എന്താണ്? ഇന്ന് പൗർണമി അതെ അമ്മ, പൗർണമിയാണ്. അതുപോലെ തിരുവോണമാണ്, ഭഗവാന്റെ നാളുമാണ്. അപ്പൊ അന്നായിരുന്നു സമർപ്പണം. ഒന്നായിരുന്നു 20. അപ്പൊ ഇന്നൊരു 14,000 പേര് ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ സഹസ്രനാമം ചോദിച്ചു. എല്ലാവർക്കും ശാന്തി സമാധാനം. എല്ലാവരും ആ ദിവസം പത്മനാഭനെ മനസ്സിൽ ധ്യാനിക്കുക. ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ വിഷ്ണു ഷോഡശനാമം ചൊല്ലാം. എല്ലാവരും മനസ്സിൽ ആ ആനന്ദശായിയായിരിക്കുക പത്മനാഭനെ ചിന്തിച്ചുള്ള അത് ഓർമ്മിക്കാൻ എനിക്കുണ്ടായി. മർദ്ദവൻ തുടങ്ങുവാണല്ലോ. മടജപം തുടങ്ങുന്നു. അത് കഴിഞ്ഞാൽ ലക്ഷദ്വീപമായി കഴിഞ്ഞ മടജപത്തിനുണ്ടായിരുന്നു. മനസ്സിലായ ജയശങ്കര അമ്മ. ഞാൻ ഷോഡശനാമം ഒരു മിനിറ്റ് കൃത്യ സമയമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. ഔഷധേ ചിന്തയേ വിഷ്ണു ജനാർദ്ദനം ശയനേ പത്മനാഭം ച വിവാഹേ ച പ്രജാപതിം യുദ്ധേ ചക്രധരം ദേവം പ്രവാസേ ച ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയസംഗമേ ദുസ്വപ്നസ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം കാനനേ നരസിംഹം ച പാവകേ ജലശായനം
ജലമധ്യേ വരാഹഞ്ച പർവതേ രഘുനന്ദനം ഗമേന വാമനം ജൈവ സർവകാര്യേഷു മാധവം. അതായത് ഔഷധം സേവിക്കുമ്പോൾ മഹാവിഷ്ണുവിനെയും, ഊണ് കഴിക്കുമ്പോൾ ജനാർദ്ദനെയും, കിടക്കുമ്പോൾ പത്മനാഭനെയും, വിവാഹം കഴിക്കുമ്പോൾ പ്രജാപതിയെയും, യുദ്ധത്തിൽ ചക്രപാണിയെയും, വിദേശഗമനത്തിൽ ത്രിവിക്രമനെയും, മരണകാലത്തിൽ നാരായണനെയും, സ്നേഹിതന്മാരായുള്ള കൂടിക്കാഴ്ചയിൽ ശ്രീധരനെയും, ദുസ്വപ്നത്തിൽ ഗോവിന്ദനെയും, സങ്കടങ്ങൾ വരുമ്പോ മധുസൂദനെയും, കാട്ടിലാവുമ്പോ നരസിംഹത്തെയും, അഗ്നിയിലകപ്പെട്ടാൽ ജലശായിയെയും, വെള്ളത്തിൽ വീണാൽ വരാഹയെയും, പർവ്വതത്തിൽ ശ്രീരാമനെയും, ഗമനത്തിങ്കൽ വാമനനെയും, എല്ലാ കാര്യങ്ങളിലും മാധവനെയും ധ്യാനിച്ചു കൊള്ളണം. ഈ 16 നാമങ്ങളെയും പ്രാതകാലത്തിൽ എഴുന്നേറ്റ് ചൊല്ലുന്നവർ സർവ പാപങ്ങളിൽ നിന്നും വേർപെട്ട് ശ്രീ വൈകുണ്ഠം പ്രാപിച്ച് വിഷ്ണു പാർഷദന്മാരാൽ പൂജിക്കപ്പെടുന്നു. ഈ മഹാവിഷ്ണുവിന്റെ ഷോഡശനാമം എല്ലാ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണലിലെ എല്ലാ ബന്ധുജനങ്ങളുടെയും മനസ്സിലേക്ക് ആ ഷോഡശനാമം ഉണ്ടാവട്ടെ എന്നും എപ്പോഴും ആ വൈകുണ്ഠശയ്യായിരിക്കുന്ന ശ്രീ പത്മനാഭന്റെ അനുഗ്രഹം ഇന്നത്തെ ദിവസം ഇത് ഓർപ്പിപ്പിക്കാൻ കഴിഞ്ഞത് എന്തോ ഗുരുകൃപ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ശാന്തി സമൃദ്ധി. ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം വാമനേട്ട. കാലാഴിയിൽ വാണരുളുന്ന ആ ശ്രീപത്മനാഭനെ മനസ്സിൽ ധ്യാനിക്കുവാനൊരിടം, ഒരു നിമിഷം അങ്ങ് അതിനൊരു പ്രചോദനം നൽകി. കാരണം ഇവിടെ നിന്നുകൊണ്ട് മനസ്സിൽ ആ പത്മനാഭസ്വാമി ക്ഷേത്രവും ഇപ്പൊ പറഞ്ഞു കേട്ടിട്ടുള്ളത് 12,000 സാളഗ്രാമങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ശ്രീപത്മനാഭന്റെ വിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ സായം സന്ധ്യയും വളരെ മനോഹരമായി രാമായണക്കാറ്റ് നമ്മുടെയൊക്കെ വീടുകളിൽ അലയടിക്കുകയാണ്. നമുക്ക് ഇന്ന് 8 മണിക്ക് ഇന്ന് ബാലശങ്കരം പരിപാടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ രാമായണക്കാറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. എല്ലാവരുടെ സാന്നിധ്യം ബാലശങ്കരത്തിലും ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്ദിയുണ്ടാകട്ടെ. ജയശങ്കര ജയശങ്കര. ലോകാസമസ്ത ജയശങ്കര. ജയശങ്കർ. ജയശങ്കര ജയശങ്കര.